ഓർമ്മയുണ്ടോ എന്നെ? So welcome back to a new wonderful episode of Chit Chat. അപ്പോൾ ഈ ഒരു സ്ഥലം വന്നിട്ട് ഇത് കേരളമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് നോക്കിക്കേ. ഇത് കേരളല്ല, നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നമ്മളിപ്പോൾ ഒരു ട്രിപ്പാണ് പോണത്. എങ്ങോട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ പോണത് കൊടൈക്കനാലിലേക്കാണ്. നമ്മൾ വഴിയിലാണ്. ഇനി ബാക്കി ഇൻഫോർമേഷൻ ഓക്കെ ബൈ. ഇപ്പം ഇവിടെ കുറേ ടൈപ്പ് മാങ്ങയുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 ടൈപ്പ് മാംഗോസ് ഉണ്ട്. 3 മാംഗോസ് ഇവിടെ ഉണ്ട്. അപ്പം ഇതിൽ നമ്മൾ ഒരെണ്ണം മേടിച്ച് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ ഞാൻ ഉറങ്ങിയിരുന്നു, അതുകൊണ്ട് എന്താ റെക്കോർഡ് ചെയ്തേ. നമ്മളിങ്ങനെ മരങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഇത് മൊത്തം കോടയാണ്. നമ്മളിപ്പോൾ കോടയിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കിടക്കായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ താമസിച്ചത് റാഹത്തിൻ പറഞ്ഞ കോട്ടേജിലാണ്. അതിലത്തെ ഫ്രണ്ടിൽ ഞാൻ എടുത്തൊരു ഫോട്ടോ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. ഓക്കെ, അച്ഛനൊന്നും എന്തിടുക ഗൈസ് എന്തിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഇത് സൈഡിലുള്ള ലോൺ ഏരിയ ആണ്. ഇത് അപ്പുറത്ത് കാർ പാർക്കിംഗ്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വെറുതെ റൂമിൽ നിന്ന് റോട്ടിൽ കൂടെ ഒക്കെ ഒന്ന് നടന്നിട്ട് സ്നാക്സൊക്കെ ചെറുതായിട്ട് കഴിച്ചിട്ട് പതുക്കെ നമ്മൾ തിരിച്ച് നടക്കുകയാണ് റൂമിലേക്ക്. അങ്ങനെ ഞങ്ങള് രാവിലെ നീട്ടിട്ട് ഡിഗ്രി കോഫി കുടിക്കാൻ പോവാണ്. പക്ഷെ നമ്മുടെ ബാഡിലൊക്കെ ചെയ്യാ ഡിഗ്രി കോഫി കിട്ടിയില്ല. അതിനിടയ്ക്ക് ഞങ്ങൾ ചുരം കയറുന്ന വഴിക്ക് ചക്ക ഉണ്ട്. അപ്പം ചക്കപ്പിരാന്തിയായി എൻ്റെ അമ്മ. അതിനിടയ്ക്ക് ഇറങ്ങിയിട്ട് ചക്കയും കഴിച്ച് ചക്ക പാർസലും മേടിച്ചു. ഞാനും ചക്കപ്പിരാന്തിയാണ്, അത് വേറെ കാര്യം. സ്വീറ്റ് കോൺ കഴിച്ചു. പിന്നെ റൂമിൽ ഇതൊക്കെ ഉണ്ടോ. പിന്നെ ഞങ്ങളിനി റൂമിലേക്ക് നടന്നിട്ട് ഫ്രഷ് ആവാൻ പോവാണ്. ഓക്കെ, ഫ്രഷ് ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കൊടൈക്കനാലിലെത്തി. ഇപ്പോൾ നമ്മളുള്ളത് കോക്കസ് വാക്കാണ്. ഇത് കണ്ടോ, കോക്കസ് വാക്കിൽ കൂടെ നമ്മൾ വാക്ക് പോകുമ്പോൾ ഒരു അടിപൊളി വ്യൂ ആണിത്. ഇത് മൊത്തം ഫോഗാണ്. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കല്ലേ. നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ പോവാണ്. ഇത് ഫുൾ മിക്സ്ഡ് ഫ്രൂട്ട്സ് ആണ്. നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് കോക്കസ് വാക്കിൽ കൂടെ നടക്കാം. ഓക്കെ, ഫോളോ മീ. കുറച്ചൊരു പോകുമ്പോൾ അച്ഛനെ കാണില്ല. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അതായിരിക്കുന്നു അവിടെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ലഞ്ച് പാർസൽ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഉപ്പല്ലേ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണ്. ഇവിടുത്തെ ബിരിയാണി പിന്നെ ഞാൻ പറയട്ടെന്നുണ്ട്, ആ റൈസൊക്കെ നല്ല സോഫ്റ്റ് റൈസാണ്, നല്ല ടേസ്റ്റ്. പിന്നെ ഇവിടെ സാമ്പ്രാണിയൊക്കെ പുകച്ചുകൊണ്ടിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിലും. എന്ത് രസം. ഞാൻ കുട്ടനത്തെ ബിരിയാണിയുടെ ഒരു ഫാനാണ്. നിങ്ങൾ കുട്ടനത്തെ ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും, കഴിച്ചു നോക്കും. ഈ ഫോഗിന് തണുപ്പുണ്ടാവില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിലെ പൈൻ ഫോറസ്റ്റിലാണ്. ഇവിടെ മൊത്തം ഫോഗാണ്. കണ്ട അവിടെ അമ്മേലെ കണ്ട ഇവിടെ ഫോഗ് ഉണ്ടായിരുന്നു, പക്ഷെ പോയി. ഇനി നമ്മൾ അടുത്തതായിട്ട് പോവാൻ സ്ഥലം കേട്ടാ
നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സിനിമയിലത്തെ ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് നമ്മൾ പോണത്. ആ സ്ഥലത്തിന്റെ പേരാണ് ഗുണാക്കേ. പിന്നെ ഈ വീഡിയോസ് പിന്നെ ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ട് കുറെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, റീൽസിന് വേണ്ടിയിട്ട്. നോക്കുമ്പോ ഇടയിൽ വെച്ചിട്ട് എൻ്റെ ഷൂലേസ് എനിക്ക് ഷൂലേസ് കെട്ടാൻ അറിയാത്തോണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് കെട്ടി തരാൻ പറഞ്ഞു. പിന്നെ അവിടുത്തെ മരങ്ങളിലൊക്കെ ഞാൻ കയറി. ഒരു മരത്തിൽ ഞാൻ ഏറ്റവും മേലെ എത്തിയിട്ടുണ്ടായിരുന്നു. അടുത്ത് ഞങ്ങള് ഹോഴ്സ് റൈഡിങ് ആണ് ചെയ്തത്. ഞങ്ങൾ കുതിരവത്ത കൂടെ പറഞ്ഞു നടക്കും. പിന്നെ അമ്മ വിളിച്ച അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാനിങ്ങനെ ചിരിയായിട്ട് ഇങ്ങനെ നടക്കും. പക്ഷെ ആ സമയത്ത് അമ്മ അയ്യോ പറഞ്ഞിട്ട് കുതിരയിലേക്കോട്ട് നല്ല സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു. ഞാൻ കണ്ടു. ഞാൻ സുഭാഷിനെ കുറേ വിളിച്ചു, പക്ഷെ ആരും വന്നു. അവിടെ കേറ്. പിന്നെ ഞാനും അച്ഛനും കൂടിയിട്ട് ചെറിയൊരു റീൽസ് ഇങ്ങനെ എടുത്താൽ മതി. അപ്പൊ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഗുണാക്കേന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് ഗൈസ്. ദാറ്റ് ഈസ് പില്ലർ റോക്ക്. അപ്പൊ ഫ്രണ്ട്സ്, ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഗുണാക്കേവ് കഴിഞ്ഞിട്ട് പില്ലർ റോക്കിലാണ് എത്തിയിരിക്കുന്നത്. നോക്കൂ. പിന്നെ ഇവിടെ താഴെ ചെറിയ വെള്ളച്ചാട്ടം പോലത്തെ ഒരു സംഭവം ഉണ്ട്. നോക്കൂ. അങ്ങനെ ഞങ്ങള് കുറച്ച് ചിലപ്പോൾ ഞങ്ങൾക്ക് ബട്ടർ ബണ്ണും ഹോട്ട് ചോക്ലേറ്റും കഴിക്കാൻ തോന്നിയിട്ട് കടയിൽ കയറി. ഒരു ബട്ടർ ബൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബട്ടർ ബണ്ണ് ഹോട്ട് ചോക്ലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്തത്. ഞാനും അച്ഛനും അമ്മ അടുത്ത് പറഞ്ഞു, അമ്മ ഇവിടെ നിന്നാൽ ഞാനും അച്ഛനും പോയിട്ട് കുട എടുത്തിട്ട് വരാം. കുറച്ച് ചിലവേണ് കുടയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും അമ്മ കടയെടുത്ത ആളായി. കടയുടെ നിങ്ങൾ കാണില്ലേ ഈ വിഷ്വൽസ്, അതിൻ്റെ കുറേ ഗ്ലാസ് ഇരിക്കുന്ന സ്ഥലം കണ്ടാവും. അവിടെ അമ്മ ഇങ്ങനെ കയറി നിന്നിട്ട് യോയോ കാട്ടുക. പിന്നെ ഈ വണ്ടർ ബൺ ഉണ്ടാക്കുന്നത് എന്ത് രസമാണല്ലോ. ഞാൻ പറഞ്ഞില്ല അമ്മ ഇങ്ങനെ ചെയ്യണത്, അതാണത്. അല്ല, കറക്റ്റ് കടയിലത്തെ ആളെ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഞങ്ങൾക്ക് തുഴയുന്നതാണ് കിട്ടിയത്. ഫസ്റ്റ് അച്ഛൻ വിചാരിച്ചു അച്ഛനും അമ്മയും കൂടിയിട്ട് തുഴയണമെന്ന്. അപ്പോൾ ഞാനും അമ്മയും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ തുഴയേണ്ട ആളുണ്ട് തുഴയാന്ന്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ബലൂൺ ഷൂട്ടിങ് കണ്ടത്. എനിക്കാണെന്ന് വെച്ചാൽ ബലൂൺ ഷൂട്ടിങ് ഭയങ്കര ഇഷ്ടം. ഇത് ഞങ്ങള് ബോട്ടിലേക്ക് ഇത് ബോട്ട് റൈഡിലേക്ക് ടിക്കറ്റ് തപ്പാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ഒരു വീഡിയോ എടുത്തതാണ്, ഒരു പാനിപൂരി കഴിക്കുന്നത്.
അതിൽ ഞാനും ഒരു പീസ് കഴിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. ഇടയിൽ എനിക്ക് പാനിപൂരി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരു പീസേ കഴിച്ചുള്ളൂ. കടലുണ്ട്, ക്യാരറ്റ് ഉണ്ട്, മല്ലിപ്പൊടി ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ പാനിപൂരിത്തെ പൂരിയുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട്, ഈ അങ്കിളാണ് ഞങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ നമ്മളെ പോലെയാണല്ലോ. ഞാൻ കേട്ടോ ഫോട്ടോയില് അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ലേക്ക് കൂടെയാണ് പോണത്. ഈ അങ്കിള് പറയണത് ഇവിടെ വന്ന 99% എല്ലാവരും മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടാണ് വരുന്നതെന്ന്. അപ്പൊ നമുക്ക് ഈ അങ്കിളിന്റെ പേരൊക്കെ ചോദിക്കാം. പേരെന്താ? എവിടെയാ വീട്? ഇവിടെ ഗോവയിൽ പോയിട്ട് മുങ്ങിയിട്ടില്ല, ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൈക്ലിംഗ് ചെയ്തു. നല്ല രസമാട്ടോ, ഇങ്ങനെ കോടയിലും തണുപ്പും മഴയിലും ഇങ്ങനെ നനഞ്ഞൊലിച്ച റോട്ടിൽ കൂടെ ഇങ്ങനെ സൈക്കിൾ വിട്ടാൽ നല്ല രസമാണ്. നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. എനിക്കിങ്ങനെ സൈക്കിൾ വിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടുത്തെ സ്പീഡിൽ പോ പറയുമ്പോൾ അമ്മ പതുക്കെ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ രാത്രി ചിക്കൻ തന്തൂറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സ്ട്രീറ്റ് ഫുഡ് കുറേ എക്സ്പ്ലോർ ചെയ്തു. പക്ഷെ എനിക്ക് അതിൽ ഇഷ്ടപ്പെടാത്തത് എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഒരേ ചട്ടിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. തട്ട് ചായ തട്ട് കാറ്റ് അതുകൊണ്ട് ഞങ്ങൾ ചോക്ലേറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഊട്ടിയിലേക്കാട്ടും ടേസ്റ്റ് ഇല്ല, ഊട്ടിയിലാണ് ഏറ്റവും ടേസ്റ്റുള്ള ചോക്ലേറ്റ്സ്. ഇതിൻ്റെ സെക്കൻഡ് പൊസിഷനാണ് ചോക്ലേറ്റ് ടേസ്റ്റിലെ കൊടൈക്കനാൽ. വെറൈറ്റീസ് നോക്കും. ഇതൊക്കെ ജെല്ലീസാണ്. ഈ ഒരു സെറ്റ് ജെല്ലീസ്, ഇത് ജെല്ലീസ് അല്ല. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് വാട്ടർഫോൾസിൽ പോയി. ബ്രേക്ക്ഫാസ്റ്റ് സ്വീറ്റ് കോൺ കഴിച്ചു. ഞാൻ സ്വീറ്റ് കോണാണ് കഴിച്ചേ. പിന്നെ ഇവിടെ കുറേ വഴി നമ്മളിപ്പോൾ ചുരം അടിയിൽ നോക്കിക്കോ. അവിടുത്തെ ബിരിയാണി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.